അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠന വിസയിലെത്തിയിട്ട് ഹമാസ് അടക്കമുള്ള തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ വായ് തുറക്കുന്ന വിദ്യാർത്ഥികൾ ആരായിരുന്നാലും അവരെ നാടുകടത്താനുള്ള കർശന നിർദ്ദേശത്തിൽ ട്രംപ് ഒപ്പുവച്ചിരിക്കുകയാണ്. പലസ്തീനിലെ പാവങ്ങളുടെ പേര് പറഞ്ഞ് ഹമാസ് തീവ്രവാദ അജണ്ടകൾ നടപ്പിലാക്കുന്നത് ശക്തമാക്കിയപ്പോൾ അതേ പാലസ്തീന്റെ പേര് തന്നെ പറഞ്ഞാണ് ഇത്തരക്കാർ ഹമാസ് തീവ്രവാദികളുടെ ആ നീക്കങ്ങളെ വെള്ളപൂശി മനുഷ്യാവകാശ താൽപര്യങ്ങൾ ഉയർത്തി പ്രതിഷേധങ്ങൾ മുഴക്കിയത്. അതിന് ചുവടുപിടിച്ച് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലെ തീവ്രവാദ ആഭിമുഖ്യമുള്ള സംഘടനകളും വിദ്യാർത്ഥികളും അഴിച്ചുവിട്ടത് രാജ്യദ്രോഹപരമായ പ്രതിഷേധങ്ങളും കലാപങ്ങളുമായിരുന്നു. പാലസ്തീൻ അനുകൂല പ്രതിഷേധത്തിന്റെ പേരിൽ ഇത്തരം കലാപകാരികൾ ലോസ് ആഞ്ചൽസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ക്യാമ്പസിലെ ഹാളും ലൈബ്രറിയും അടിച്ചു തകർക്കുകയും അവിടെ ചപ്പുചവറുകളും വേസ്റ്റുകളും കൊണ്ട് നിറയ്ക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കാലിഫോർണിയ സ്റ്റേറ്റ് പോളിടെക്നിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ കെട്ടിടം അത്തരം ചിന്താഗതിക്കാരായ വിദ്യാർത്ഥികൾ കയ്യേറുകയും വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. പിന്നാലെ അമേരിക്കയിൽ നടന്ന UN കോൺഗ്രസിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിൽ എത്തിയപ്പോഴാകട്ടെ അദ്ദേഹത്തിന്റെ കോലവും ഇസ്രായേലിന്റെ പതാകയും അഗ്നിക്കിരയാക്കുകയും വാഷിംഗ്ടൺ DC-യിൽ ഉയർത്തിയിരുന്ന അമേരിക്കയുടെ പതാക പോലും അഴിച്ചെടുത്ത് കത്തിക്കുകയും തലസ്ഥാനത്ത് പാലസ്തീന്റെ പതാക ഉയർത്തുകയും കൂടാതെ ഹമാസിന്റെയും മറ്റു പതാകകളും ഉയർത്തി വീശുകയും ചെയ്തിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും പഠനത്തിനോ ജോലിക്കോ ഒക്കെ അമേരിക്കയിലേക്ക് വന്നിട്ട് ആ രാജ്യത്തിന്റെ ഔദാര്യങ്ങൾ അനുഭവിച്ചിട്ട് കാട്ടിക്കൂട്ടിയ ഇത്തരം തമ്മാടിത്തരങ്ങൾക്കെതിരെ അന്ന് സെനറ്റർ മാർക്കോ റൂബിയോ രംഗത്ത് വന്നിരുന്നു. ഇത്തരക്കാരെ നാടുകടത്തണമെന്നും അതിനുള്ള പ്രമേയം സെനറ്റിൽ അവതരിപ്പിക്കുമെന്നും മാർക്കോ റൂബിയോ അന്ന് പറഞ്ഞിരുന്നു. അങ്ങേയറ്റം രാജ്യദ്രോഹപരമായ ഇത്തരം നീക്കങ്ങളെ രാജ്യത്തു നിന്ന് പൂർണ്ണമായും തുടച്ചുമാറ്റണമെന്ന് US പൗരന്മാർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രോഗി ചുച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നതുപോലെ ഉത്തരവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. പഠിക്കാൻ വരുന്നവർക്ക് വിസ കൊടുക്കുമ്പോൾ അമേരിക്കയുടെ തത്വങ്ങൾ, സംസ്കാരം, സ്ഥാപനങ്ങൾ എന്നിവയോട് ശത്രുതയില്ലെന്നും തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നില്ലെന്നും ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും ഉത്തരവിലുണ്ട്. ഏതായാലും ട്രംപ് നൽകിയ അടിയിൽ വോക്കിസ്റ്റുകളുടെ തല പിളർന്നിരിക്കുകയാണിപ്പോൾ. താൻ പ്രസിഡന്റായിരിക്കുമ്പോൾ അമേരിക്കയിലെ ഒരു കോളേജ് ക്യാമ്പസുകളിലും മേൽക്കോയ്മ നടത്താൻ അക്രമാസക്തരായ ഒരു റാഡിക്കലുകളെയും അനുവദിക്കില്ലെന്നും നിങ്ങൾ മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന് ജിഹാദിസമോ അമേരിക്കൻ വിരുദ്ധതയോ യഹൂദ വിരുദ്ധതയോ ഞങ്ങളുടെ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ഉടൻ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുകയും നാടുകടത്തുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ മെയിൽ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. അതാണിപ്പോൾ പ്രസിഡൻഷ്യൽ ഉത്തരവിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഹമാസ് അനുകൂല തീവ്രവാദികളെ നാടുകടത്താനും ഞങ്ങളുടെ കോളേജ് ക്യാമ്പസുകൾ വീണ്ടും സുരക്ഷിതവും ദേശസ്നേഹവും പ്രതിബദ്ധതയും നിറഞ്ഞതാക്കാൻ ട്രംപ് പരിശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും സായിപ്പിന്റെ സ്നേഹവും ദീനാനുകമ്പയും മുതലാക്കി അവിടെ കയറിപ്പറ്റി അവിടമാകെ കുളം തോണ്ടി വെടക്കാക്കി തനിക്കാക്കാനുള്ള ചിലരുടെ നീക്കങ്ങളെ ഓരോന്നോരോന്നായി ട്രംപ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം.